നമ്മുടെ കേരളത്തിലെ ഈ ഒരു പച്ചപ്പും അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് 95% പേർക്കും ആ ഒരു ബോധം ഇപ്പോഴേ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ആ ഒരു ഫോണിന്റെ ഉള്ളിൽ തന്നെയാണ് അല്ലെ, എന്താണോ മീഡിയ പറയുന്നത് അത് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കാറ്റഗറിയിലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ ഒരു പച്ചപ്പും അതോടൊപ്പം തന്നെ മനുഷ്യരെ കംപ്ലീറ്റ് ആ ഒരു കൺട്രോളിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ഗാസയിലെ സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഉറപ്പുള്ള കാര്യം വേറൊന്നുമല്ല, ഒരു യുദ്ധം അവരിങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. യുദ്ധം എന്ന് പറയാൻ പാകിസ്ഥാൻ എന്ന് വെച്ചാൽ നമ്മുടെ അല്ലെ ജന്മന ശത്രുവാണ്. എന്നാൽ പാകിസ്ഥാനിലെ ആരും നമുക്ക് യാതൊരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ തലയിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെറുപ്പം തൊട്ടേ മീഡിയ വഴി നമ്മുടെ തലയിലായിട്ട് സേവ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എത്ര കോടികളോ അസറ്റോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പോയിട്ട് അവർ ആ പാവങ്ങൾ കൈനീട്ടുന്ന പോലെ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി കൈനീട്ടേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ കംപ്ലീറ്റ് ചെടികളും മരങ്ങളും കൃഷിയും എല്ലാം നശിപ്പിക്കുന്നത് അല്ലേ. നമ്മുടെ കൃഷിക്കാരെല്ലാം ആത്മഹത്യ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് യാതൊരുവിധ ആൾക്കാരും കൃഷിയിലേക്ക് പോകരുത്. കാരണം ഗവൺമെന്റ് എന്ത് വിഷം തരുന്നോ അത് കഴിക്കണം, നിങ്ങൾ മരിക്കണം എന്നുള്ള കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ഗവൺമെന്റും ജുഡീഷ്യറിക്കും എല്ലാവിധ ആൾക്കാർക്കും അല്ലെ, സുപ്രീം അതോറിറ്റിയുള്ള എല്ലാവിധ ആൾക്കാർക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്രൈംസ് കൂടുന്നത്, ഇവിടെ എല്ലാവിധ പീഡനങ്ങൾ കൂടുന്നത്. പീഡിപ്പിച്ചു കഴിയുമ്പോൾ അവന്റെ ആ ഒരു പീഡനം ചെയ്യാനുള്ള ഒരു മൈൻഡിൽ അവന് പേടി വരുന്നില്ല ജുഡീഷ്യറിനോട്. ഓക്കെ, പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മട്ടൻ കഴിക്കാം എന്നുള്ള ചിന്താഗതി, ആ ഒരു സംഭവം അവിടെ തന്നെ. അതോടൊപ്പം തന്നെ ജയിലിൽ നമുക്ക് സപ്ലൈ കിട്ടും, എല്ലാം കിട്ടും. അതായത് മയക്കുമരുന്ന് കിട്ടും, സിഗരറ്റ് കിട്ടും, കള്ള് കിട്ടും, എല്ലാം കിട്ടും. അപ്പൊ ആ ഒരു സുഖ ജീവിതത്തിന് വേണ്ടിയിട്ട് ആ ഒരു പീഡിപ്പിക്കൽ അവനൊരു പ്രശ്നമല്ല. അപ്പോൾ ഈ സിസ്റ്റം എല്ലാം മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഓക്കെ, അതോടൊപ്പം എല്ലാവിധ സാധനത്തിനും വില കൂട്ടുന്നത്, ഒരു എണ്ണക്ക് വില കൂട്ടുന്നത്, എല്ലാ സാധനത്തിനും വില കൂട്ടുമ്പോൾ ഇവിടെ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? അതിന്റെ മായം ഇറക്കും. ഈ മായം കഴിക്കുന്നത് ആരാണ്? പാവപ്പെട്ടവർ തന്നെയാണ്. ഈ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? അപ്പോൾ നേരെ ആശുപത്രി പോകേണ്ടി വരും. അവരുടെ ആ ഒരു ലൈഫ് എക്സ്പെക്ടൻസി കുറയും. ആ ഈ പണം എല്ലാം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു റോഡ് കട്ടർ ആയിരിക്കുന്നു. എന്തോരം ജഡ്ജിമാർ അവിടെ കൂടി പോകുന്നു, ഇവരൊന്നും കേസെടുക്കില്ല. എന്താ കാര്യം? ആ ഒരു കുഴിയില് ഒരു പാവപ്പെട്ട ആൾ വന്ന് വീഴണം, അവന്റെ തല വെട്ടിപ്പൊളിയണം. അതിനുശേഷം ആ ഒരു തല അവന് ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ ഒരു 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ പാവത്തിന് കിട്ടും. ആ ഒരു പണവും ഈ പറയുന്ന ഗവൺമെന്റും ജുഡീഷ്യറിക്കും എല്ലാം ഇവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മനുഷ്യന്റെ മാംസം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ. യാതൊരുവിധ ഹ്യൂമാനിറ്റി ഇവിടെ ഇല്ല. മനുഷ്യത്വം എന്നുള്ളത് അശേഷം ഇവിടെയില്ല. എല്ലാം ഒരു റാറ്റ് റേസ് അല്ലെ, പണത്തിന് വേണ്ടി ഓടുന്ന സമൂഹം. അതോടൊപ്പം സുപ്രീമുള്ള എലികള് താഴെയുള്ള എലികളെ കൊണ്ട് ഓടിപ്പിക്കുന്നു, താഴെയുള്ള എലിയെ കൊണ്ട് ക്രൈം ചെയ്യിപ്പിക്കുന്നു. അവർക്ക് യാതൊരു ശിക്ഷയോ ഒന്നും കൊടുക്കാത്ത രീതിയിൽ ഒരു സുഖ ജീവിതം. എന്നാൽ ആ ഒരു സുഖം അധികം നാളില്ല. കാരണം ഈ ഒരു സുപ്രീം എലികളെ കൂടി തിന്നാനുള്ള പുലികള് പൊക്കത്തുണ്ട്. അതവർക്കറിയാം. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സുപ്രീം അതോറിറ്റിയുള്ള എല്ലാവിധ ഡോളേഴ്സ് എല്ലാം സ്റ്റക്കാവും. അങ്ങനെയാണ് ഈ പറയുന്ന എലോൺ മസ്കും കാര്യങ്ങളെല്ലാം റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ എല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു സമൂഹം വാർത്തെടുക്കലാണ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡത്തിന്റെ നെക്സ്റ്റ് മോട്ടീവ്. 2026 ആകുമ്പോൾ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ഭരണത്തിലെത്തും.